വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻ മുഖമെങ്ങനെ കാണും. ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും. നീ പെയ്ത ഞാൻ കണ്ണോർക്കുമ്പോൾ നീ ഇങ്ങനെ ഉറങ്ങുന്ന കാണാൻ എന്ത് രസമോ പെണ്ണെ. ലൈഫ് ലോങ് ഞാൻ കണ്ണോർന്ന എൻ്റെ അടുത്ത് നീ ഇങ്ങനെ ഉണ്ടാവണം. എൻ്റെ മാത്രം സ്ത്രീയായിട്ട് എന്നിലെ പുരുഷൻ എന്താണെന്ന് അറിഞ്ഞ നീ എനിക്കെന്നും സ്പെഷ്യലായിരിക്കും. ഐ ലവ് യു സോ മച്ച്. നന്നായിട്ട് ഉറങ്ങിക്കോ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം. ഒരുപാട് ലേറ്റായില്ലേ. നീ എണീക്കുമ്പോൾ നിനക്ക് എന്തായാലും വിശക്കും. ഈശ്വര, ഒരുപാട് ലേറ്റായോ? ദയവായിട്ട് വരുന്നതിന് മുന്നേ ഡ്രസ്സൊക്കെ എടുത്തിടാം, അല്ലെങ്കിൽ നാണക്കേടാവും. നീ എന്താ തപ്പുന്നേ? ദയവായിട്ട് ഇങ്ങോട്ട് വരല്ലേ. ഞാൻ ഈ ഡ്രസ്സൊന്നും ഇട്ടോട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് വരാം പ്ലീസ്. ഓക്കെ, ബട്ട് സോറി, നീ പറഞ്ഞ ഞാൻ കേൾക്കില്ല. ഞാൻ വരും. ദയവായിട്ട് എന്തേത് വിട. വിടില്ല ഞാൻ. കളിക്കല്ലേ, മാറി നിൽക്ക്. മാറാനോ? നോ വേ. ഇങ്ങോട്ട് മാറ്. നല്ല ഉറക്കമായിരുന്നു. നീ എണീക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നെ വിളിക്കായിരുന്നില്ലേ? ദയവായിട്ടിനെ ഞാൻ ഉറങ്ങിപ്പോയി. നീ ഉറങ്ങുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ. അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. പിന്നെ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ, ഉറങ്ങട്ടെ എന്ന് കരുതി. അല്ല, നീ ഡ്രസ്സ് മാറുന്നില്ലേ? മാറണം. ദയവായിട്ട് ഒന്ന് പുറത്തു പോകും. എന്നെ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് അകത്തേക്ക് വരൂ പ്ലീസ്. പരസ്പരം ഇനി എന്താ കാണാനുള്ള? ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് എന്താക്കാനാ? ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ ഡ്രസ്സ് മാറിക്കോ. ദയവായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മാറില്ല. ഇങ്ങനെ തന്നെ ഇരിക്കും. പ്ലീസ് പോ, ഞാൻ മാറട്ടെ. എന്നാ നീ മാറണ്ട. നമുക്ക് ഒന്നുകൂടെ പോയാലോ? മതി, വേണ്ട. എനിക്കിപ്പോൾ തന്നെ നെഞ്ചൊക്കെ ഒരുമാതിരി ഇരിക്കാം. എണീറ്റ് പോ ദയവായിട്ട്, ഞാൻ ഡ്രസ്സ് മാറട്ടെ. എന്തിനാ ശ്രീ എന്നെ കാണുമ്പോൾ ഈ നെഞ്ചിങ്ങനെ ഇടന്നിടിക്കുന്ന? ഞാൻ നിൻ്റെ ദേവേട്ടനല്ലേ? ഇനിയും മാറാറായില്ലേ ഈ നാണം? ശരി, ഞാൻ കാരണം ഇനി ഇത് പൊട്ടിത്തെറിക്കണ്ട. ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. നീ സാവധാനം ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് വാ. പോണോ? പിള്ളേരുടെ ഒച്ച ഒന്നും കേൾക്കുന്നില്ലല്ലോ. രണ്ടാളും ഇവിടെ ഇല്ലേ? പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവോ ശങ്കരേട്ടാ? എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് പറയാനാ? ദേ, ആ കുട്ടിയുടെ മുമ്പിൽ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത് കേട്ടോ. ഇല്ല, ഇതാ ഇതുപോലെ കിണിച്ചോടെ നിൽക്കാം. എന്താ, മതിയോ? അല്ലെങ്കിൽ പോത്തിനോട് വേദ ഒരു കാര്യമില്ല. ഞാൻ അകത്തേക്ക് പോവാം. എന്താന്ന് വെച്ചാൽ ആയിക്കോ. ദൈവട്ടെ, മരുന്നതിന് മുന്നേ ഈ നോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. പെട്ടെന്ന് തീക്കട്ടെ. ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ മോളെ? ആരാ ഇത്? ദൈവട്ടൻ്റെ മനസ്സിലായി കാണില്ലായിരിക്കും അല്ലേ ഞങ്ങളെ? ദൈവട്ടൻ്റെ അമ്മയും അച്ഛനും അല്ലേ? ഓ, അപ്പോൾ അവൻ ഞങ്ങളെ നേരത്തെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അമ്മയുടെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് ദൈവേട്ടനെ പോലെ തോന്നി, അതാ. നിന്നെ കണ്ടിട്ട് വട്ടുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഈ വയ്യാവേലിയെടുത്ത് തലയെ വെക്കാൻ നിനക്ക് തോന്നിയേ? വയ്യാവേലിയോ? അച്ഛൻ എന്താ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പൊന്നു മോളെ, ഇയാളെങ്ങനെ തന്നെയാ, കാര്യമാക്കണ്ട. ശങ്കരേട്ടാ മതി കേട്ടോ. പാറു, നീ അല്ല, ഇതാര്? എൻ്റെ ശുണ്ടടി അമ്മയോ? ഇതെപ്പോൾ എത്തി? മാറി നിൽക്കടാ അങ്ങോട്ട്, കള്ളൻ. ഈ സുന്ദരി കുട്ടിയാണോ നീ കട്ടോണ്ട് വന്നത്? നല്ല രസമുണ്ട്. അമ്മയെ പോലെ സുന്ദരിയാ ഉള്ളു. അതെ അതെ, രണ്ടുപേരും സുന്ദരിയാണ്. അല്ല, അമ്മയുടെ ചങ്ങരേട്ടൻ വന്നില്ലേ? അതോ ഇനി എന്നോടുള്ള പിണക്കം കാരണം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞോ? അമ്മയെ കണ്ടാ പിന്നെ ചുറ്റിട്ടുള്ളൊന്നും കാണില്ലല്ലോ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണാം. ഓ, അച്ഛൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അച്ഛൻ്റെ മോൻ ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചു. ഇതാണ് മരുമകൾ. എങ്ങനെയുണ്ട് കാണാൻ? ഞാനും അത് ആലോചിക്കുന്ന. കാണാനൊന്നും കുഴപ്പമില്ല, പിന്നെ തലക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെറിയ സംശയം. അല്ലെങ്കിൽ നിന്നെ പോലെ ഒന്നും അവള് കിട്ടില്ലല്ലോ. ശങ്കരേട്ടാ മതി, കുട്ടിക്കൊന്നും മനസ്സിലാവണില്ല. അവക്കറിയാം അച്ഛൻ സുഖമില്ലാത്തെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവളോട്. അല്ല, ഇവരിത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹരി, ഈ എടുത്തുചാട്ടം നിനക്ക് നല്ലതിനല്ല. ഇപ്പോ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കായിട്ട് ഒരു സമയം കിട്ടും. ആ സമയം നീ ഗോളടിക്കാൻ പോകുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെക്കനെ നീ കണ്ടതല്ലേ? അച്ഛൻ എന്താ പറയുന്ന? കല്യാണവും കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. ഇനിയും ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ അച്ഛൻ്റെ? ഞാനൊന്നും പറയുന്നില്ല. പിറകെ പോയിട്ട് എന്തായി? നിനക്ക് അവളെ രോമത്തിൽ തൊടാൻ പറ്റിയോ? അവന്റെ കണ്ണിലെ കരടാ നീ ഇപ്പോ. വെറുതെ ശരീരത്തിന് കേടുണ്ടാക്കി വെക്കണ്ട. പിന്നെ നീ ഒന്ന് സമാധാനപ്പെട്. പണി കൊടുക്കുമ്പോൾ അവനും കൂടെ ചേർത്ത് കൊടുക്കണം. അന്ന് അവൻ അത്രയും സംസാരിച്ചിട്ട് പോയതാ നമ്മുടെ മുഖത്ത് നോക്കി.
അവരെടുക്കട്ടെ, മാക്സിമം എടുക്കട്ടെ. അത് കഴിഞ്ഞ് അവൻ്റെ അടുത്തുനിന്ന് അവളെ അകറ്റി ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടണം. എങ്കിൽ മാത്രമേ അവന് വേദന അറിയൂ. അച്ഛൻ പറഞ്ഞത് ശരിയാ. പാറുവിനേക്കാൾ ഇപ്പോൾ എനിക്ക് ദേഷ്യവും വാശിയും അവനോടാ. എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ട് അവളെ കൊണ്ടുപോയത്. വിടില്ല രണ്ടിനെയും. ദ്രോഹിക്കാൻ പറ്റുന്ന അത്രയും ദ്രോഹിക്കും ഞാൻ. ദേവട്ട അച്ഛൻ ഇന്നലെ മുത്തശ്ശിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുത്തശ്ശി നാളെ ഇങ്ങോട്ട് എത്തുമെന്നാ പറയുന്നത്. പാറുമോളെ കാണണമെന്ന് വാശി പിടിക്കുക. മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാൽ നീ ദേഷ്യപ്പെടല്ലേ മുത്തശ്ശിയോട്? നിനക്കറിയാലോ മുത്തശ്ശി. അമ്മ അച്ഛൻ എന്തെൻ്റെ കേടാ ഇപ്പോൾ എന്തിനാ മുത്തശ്ശിയോട് പറയാൻ പോയാ? മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ സമാധാനമായിട്ട് മുത്തശ്ശിയെ പോയി കണ്ട് സംസാരിക്കില്ലേ? എന്തിനാ ഇപ്പോൾ തന്നെ ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്? മുത്തശ്ശി പാറുവിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇടപെടും. മുത്തശ്ശി ഒന്നും പറയില്ല. ഞാനില്ലേ പാറും. പിന്നെന്താ? നീ പാറു മോളെ ഒന്ന് വിളിക്ക്. മോളെ അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. മോളെ പാറു. എന്താമ്മ, അമ്മനെ വിളിച്ചോ? ആ മോളെ, നാളെ ദേവുട്ടൻ്റെ മുത്തശ്ശി ഇങ്ങോട്ട് വരിക. മുത്തശ്ശി കുറച്ച് സീരിയസാ, കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, സ്നേഹമാണ്. മോള് പെട്ടെന്ന് സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ആരും വിചാരിക്കാത്ത ഞാനിങ്ങനെ കയറി വന്നപ്പോൾ ആർക്കായാലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. വേണമെങ്കിൽ ഞാൻ കോളേജ് ഹോസ്റ്റലിലോട്ട്. പാറു, നീ പഠിക്കുകയായിരുന്നില്ലേ? പോയിരുന്ന് പഠിച്ചോ. നാളെ ക്ലാസ് ഉള്ളതല്ലേ, പൊക്കോ. ദേവട്ടാ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞില്ല. നിന്നോട് ഞാൻ പോയിരുന്ന് പഠിക്കാനല്ലേ പറഞ്ഞ? റൂമിലേക്ക് പോയിരുന്ന് പഠിക്ക്. ആ, ഞാൻ പോവാ. പാവം കുട്ടി, എന്താ ദേവൂട്ടാ ഇത്? അവൾ എന്താ പറയാൻ വന്നതെന്ന് എനിക്കറിയാം. അത് പറയാതിരിക്കാനാണ് ഞാൻ അങ്ങനെ. അതിനിങ്ങനെയാണോ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? എടാ ഞാൻ എങ്ങനെ നിന്നെ ഇനി പറഞ്ഞ് മനസ്സിലാക്കേണ്ട? ഒന്ന് ക്ഷമിക്കടാ. എൻ്റെ അമ്മ അവളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞ് സമാധാനിപ്പിച്ചാൽ മതി. അവളുടെ പിണക്കമൊക്കെ മാറും. അമ്മയെപ്പോലെ തന്നെ അവളും എന്നെ ഞാനായിട്ട് തന്നെയാണ് അവൾ കണ്ടിഷ്ടപ്പെടുന്നത്. അതിലും വലുതെന്താ? ദേവൂട്ടാ, ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ലടാ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നത്. അതും അവളെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ. അതുകൊണ്ട് പോയി അവളെ സമാധാനിപ്പിക്കുക. ഓ എൻ്റെ അമ്മ, അവൾക്കൊരു കുഴപ്പമില്ല. ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ അവളുടെ ദേവട്ടൻ അത് ശരിയാക്കിക്കോളും. ഈ പെമ്പിള്ളേരെല്ലാം ഇങ്ങനെയാണല്ലോ, ഒരേ സെൻറ്റിമെൻറ്റ്. ശരി, ഞാൻ പോയി സമാധാനിപ്പിക്കാം. ഇനി അമ്മ പണങ്ങണ്ട. മഹാദേവ, രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം നീ നൽകണേ. ഈ ദേവേട്ടന് എന്ത് സ്വഭാവം? വെറുതെ ദേഷ്യപ്പെടും. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ മിണ്ടില്ല. ഞാൻ നോക്കിക്കോ. ശ്രീ, നീ എന്തിനാ ഈ സോഫയിൽ വന്ന് കിടക്കുന്ന? നിനക്ക് ബെഡിൽ കിടന്നാൽ പോരെ? അമ്മ പറഞ്ഞ പോലെ ഇവള് പിണങ്ങി കിടക്കുന്നതാണോ? എന്നാൽ ഈ പിണക്കം മാറ്റിയിട്ടേ കാര്യമുള്ളൂ. ഡി ശ്രീ, മിണ്ടാതിരിക്കുക ദേവേട്ട, എനിക്ക് കിടക്കണം. പ്രശ്നം സീരിയസ് ആണല്ലോ. ഇപ്പോൾ ശരിയാക്കി തരാം. മര്യാദയ്ക്ക് ഞാൻ താഴെ വരും. ദേവട്ട, വാതിൽ തുറന്ന് നടക്ക. ആരെങ്കിലും കയറി വന്ന നാണം കിടും. ഇവിടെ തന്നെ മാറ്. നിങ്ങൾ ദേവേട്ടനല്ല, ഉമ്മച്ചനാ. ഉമ്മച്ചൻ മാറ്. പാറു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഞാനിങ്ങനെ സ്നേഹിക്കുന്നത് നിനക്കൊരു വീർപ്പ് മുട്ടലെടുത്തോ? ദേവേട്ട പ്ലീസ്, വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊരു വീർപ്പുമുട്ടലും ഇല്ല. പിന്നെന്തിനാ എന്നോട് പിണങ്ങി ഈ സോഫയിൽ വന്ന് കിടക്കുന്നത്? എന്താണ്? പിണങ്ങാനൊക്കെ തുടങ്ങിയല്ലോ പാറുക്കുട്ടി. ഞാനിവിടെ ഇരുന്നാൽ ശരിയാവില്ല. നിങ്ങളുടെ നോട്ടമൊന്നും ശരിയല്ല. ഞാൻ അമ്മ എടുത്ത് പോവാം. അവിടെ ഇരിക്കുന്നത് എനിക്ക് നല്ലത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ വന്നതിന് ശേഷം നീ എപ്പോഴും അമ്മയുടെ കൂടെയാണ്. എന്നോട് സംസാരിക്കാൻ പോലും നിനക്ക് സമയമില്ല. ദേവേട്ട, അത് ദേവേട്ടൻ്റെ അമ്മയാ. അമ്മയോട് എന്തിനാ ദേവേട്ട കുശുമ്പ്? നിങ്ങൾ ശരിക്കും ഒരു വലിയ കുശുമ്പനാ. ആരടി കുശുമ്പ്? ഞാനാണോ കുശുമ്പ്? ആണോന്ന്? ദേവേട്ട പതുക്കെ എന്തിനാ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? മര്യാദയ്ക്ക് നിന്നൂടെ? ഇവിടെ മാറി നിൽക്ക് ഉമ്മച്ചൻ. ഞാൻ മിണ്ടില്ല. ഞാൻ അമ്മയെടുത്ത് പോവാ. ബൈ. എവിടെ വേണോ പൊക്കോ. രാത്രി ഈ കൈകളിലോട്ടാ കയറി വരാന്നുള്ള കാര്യം ഓർക്കണ്ട. ദേവൂട്ട, കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയില്ലേ? നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചു. പക്ഷേ
നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു മാരേജ്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയൊരു 6 മന്ത് കൂടെ കഴിഞ്ഞാൽ ഈ കോളേജിൽ ഇവളുടെ സ്റ്റഡി തീരും. അപ്പോൾ പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് ഒരു കല്യാണം എന്നാ എൻ്റെ അഭിപ്രായം. പാറു, നിനക്കെന്താ പറയാനുള്ള പറഞ്ഞോ. ദേവേട്ടാ, ഞാനിവിടെ വന്നിട്ട് ഇതുവരെ അച്ഛനോട് സംസാരിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ സഞ്ജുട്ടൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് സംസാരിച്ചിട്ട് അത് മോള് പറഞ്ഞാൽ ശരിയാ. നമ്മളാരും അതിനെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ. അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കണ്ടേ? എന്തായാലും ശങ്കരേട്ടൻ നാളെ തന്നെ അയാളൊന്ന് വിളിച്ചു നോക്ക്. പാറുവിൻ്റെ അച്ഛനും സ്വയം അഭിപ്രായമൊക്കെ കാണില്ലേ? ശരിയാ, ഞാൻ നാളെ തന്നെ വിളിക്കാം. എനിക്ക് ഈ നമ്പർ സെൻഡ് ചെയ്ത് തന്നാൽ മതി. പിന്നെ വേറെന്താ, ഇന്നത്തെ സംസാരം കഴിഞ്ഞ് എല്ലാവരും കഴിച്ചില്ലേ? പോയി കിടന്ന് ഉറങ്ങിക്കോയില്ല. ശരിയാ, നാളെ ഞങ്ങൾക്ക് കോളേജ് ഉണ്ട്. പറു കഴിച്ചില്ലേ? എന്നാപ്പാ പോയി കിടന്ന് ഉറങ്ങാം. നിനക്കുറക്കം വന്നെങ്കിൽ നീ പൊക്കോ. അവള് ഇന്ന് മുതൽ അമ്മയുടെ കൂടെ കിടക്കുന്നത്. ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചിട്ട് മതി ഒരുമിച്ച് കിടത്താം. എൻ്റെ പൊന്നമ്മ, ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ കഞ്ഞിൽ പാറ്റിടാനോ? അതിനെന്താ, ഞാൻ അമ്മയുടെ കൂടെ കിടന്നോളാം അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അണ്ടി കളഞ്ഞ എണ്ണാനെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ ഇവന്. ശങ്കരേട്ട, എന്താ ഇത്? അവരിന്നലെ തൊട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയില്ലേ? മാത്രമല്ല, ഒഫീഷ്യലായിട്ടൊരു കല്യാണം എന്തിനാ? മഹാദേവൻ്റെ മുന്നിൽ വെച്ചല്ലേ താലി കെട്ടിയത്. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ പിള്ളേരെ, നാളെ കാണാം. അമ്മയാണ് അമ്മ, എൻ്റെ അമ്മ. ഇയാൾ എവിടെയെങ്കിലും എടുത്ത് എറിഞ്ഞൂടെ നിങ്ങൾക്ക്? എന്തിനാ കൂടെ കൂടെ നടക്കുന്നത്? എൻ്റെ സ്വഭാവം മാറുന്നതിന് മുന്നേ അവളെ വിളിച്ചിട്ട് പോടാ. നോക്കോ പാറു, ഞാൻ നിൻ്റെ അടുത്ത് മിണ്ടില്ല. അച്ഛൻ അവിടെ പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ഉത്സാഹമായിരുന്നു. എനിക്കുള്ള സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും നിനക്ക് എന്നോടില്ല. ഞാൻ കാണിച്ചു തരാം. നല്ല ഇറക്കമുണ്ട്. ഇതെന്തിനാ ദേവേട്ടൻ സോഫി കിടക്കുന്ന? എന്താ ബെഡിൽ കിടക്കുന്നില്ലേ? എന്തു പറ്റി? ഞാൻ ദേവേട്ടനോട് ചോദിക്കുന്ന എന്താ കാര്യം? എന്തു പറ്റി? നാളെ കോളേജ് ഉണ്ട്, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങാൻ പോവാ. നീ ബെഡിൽ കയറി കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാം. ഇങ്ങനെ മാറി കിടക്കാൻ മാത്രം എന്താ ഉണ്ടായ കാര്യം? പറ ദേവേട്ട. എന്ത് കാര്യം? അമ്മയുടെ അടുത്ത് കിടക്കാൻ വന്നപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്താ പിന്നെ അവിടെ പോയി കിടന്നാൽ പോരെ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യേ, ഇതിനാണോ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? പിന്നെ അച്ഛൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ദേവേട്ടനോട് കിടക്കുള്ളൂ? നാണക്കേടല്ലേ ദേവേട്ട? അച്ഛനോട് അങ്ങനെ പറയാൻ പറ്റുമോ? നാണക്കേടോ? എന്ത് നാണക്കേട്? നീ എൻ്റെ ഭാര്യ. നിനക്ക് ആരെടുത്തും വിളിച്ച് പറയാം എൻ്റെ കൂടെ നിൽക്കോളൂ എന്ന്. മനസ്സിലായല്ലോ? എൻ്റെ മഹാദേവ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. നിനക്കത് പറയാൻ മടി കാരണം നിൻ്റെ സ്നേഹം സത്യമല്ല, എന്നെ പോലെ അല്ല നീ. അതുകൊണ്ട് ഞാൻ സോഫയിൽ കിടന്നോളാം, നീ കട്ടിൽ കയറി കിടന്നോ. അതങ്ങനെ ശരിയാവും. നിൽക്ക് ദേവേട്ട. ദൂരെ മറഞ്ഞൊരു കുയിലേ, ഇനി നിൻമൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ, നീ എന്ന് ചേരുമെൻ പ്രണയക്കടലോ. ദേവേട്ട പിണങ്ങില്ല ദേവേട്ട, നിൽക്ക്. ഇപ്പൊ പിണക്കം മാറിയില്ലേ? ഞാൻ ദേവേട്ടൻ കൂടെ ഇല്ലേ? പിന്നെന്താ? പിണക്കം മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു മിനിറ്റ്. തെഴുതേളെ പൂമാ പന്തലിലല്ലോ അണിയാണി അണിയാണേ ഉഴുതു പൊന്നുരുകും കുരുന്നു മറുകും നെറിഞ്ഞു തന്നു വിദൂരതാരം. നിങ്ങൾ എന്തിനാ മനുഷ്യ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? ഇതെന്തോ നോട്ടവാ? പിന്നെ നീ ഈ ഇടയായിട്ട് ഭയങ്കര സൗന്ദര്യം കൂടി കൂടി വരുക, അതുകൊണ്ടാ. ഈ ഇടയായിട്ടെന്നോ? അപ്പോ ഇതിനു മുമ്പ് എനിക്ക് സൗന്ദര്യം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഓ, അങ്ങനെയൊന്നും അല്ലടി. നീ നമ്മുടെ ദേവുട്ടൻ്റെ മുഖം കണ്ടോ? അവൻ ഭയങ്കര ഹാപ്പിയാ അവളുടെ കൂടെ, അല്ലേ? അവനവളെ ഒരുപാട് ഇഷ്ടം. പക്ഷെ എനിക്കതാ പേടി. അവൻ എന്തിനെങ്കിലും അമിതമായി സ്നേഹിച്ച ദേവേട്ടനറിയാലോ, പിന്നെ അത് ശ്വാസം മുട്ടിച്ചവൻ കൊല്ലും. ഞാൻ അവൻ്റെ അമ്മ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവോ? അവളുടെ കാര്യത്തിൽ അതൊക്കെ ശരിയാവും. ഈ സ്നേഹം എന്നുള്ള സാധനം അങ്ങനെയാ. ദേഷ്യം വാശിയും ഒക്കെ ഇതിന് മുന്നിൽ മുട്ടുകുത്തും. അവൻ അതൊക്കെ ശരിയാക്കിക്കോളൂന്നേ. പാറു, നീ ഇത്രയും യാത്ര ചെയ്തപ്പോൾ ടയർഡായി കാണുമല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ദേവേട്ട, ഞാനിവിടെ നിൽക്കാം. ദേവേട്ടൻ പോയി ഉള്ളിൽ പാർക്ക് ചെയ്തിട്ട് വന്നു. ഇതാരാ ഫോണിൽ? ഹലോ, ശിവശങ്കർ മഹാദേവ് സ്പീക്കിംഗ്.
ഹലോ മിസ്റ്റർ ശിവശങ്കർ മഹാദേവ്, സുഖമല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് ലൈഫ് ആസ്വദിക്കുമായിരിക്കും. എന്നാൽ അധികകാലം അത് നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു റോസാപ്പൂനെ കശക്കി എറിയും പോലെ ഞാൻ എടുത്തോണ്ട് പോവും അവളെ നിന്റെ കയ്യിൽ നിന്ന്. അന്ന് നീ കരയുന്നത് ഞാൻ കാണും. എന്നും നിനക്ക് അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. കണ്ണു തെറ്റുന്ന സമയം അവൾ എൻ്റെ കയ്യിലിരുന്ന് പിടയ്ക്കും. മനസ്സിലായോ നിനക്ക്? നിർത്തടാ. ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ മുഖത്തോട് മോന്നെങ്കിൽ സംസാരിക്കടാ. കട്ടായോ? ആരായിരിക്കും? അല്ല, പാറു എവിടെ? ഇവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞ? ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ദേവേട്ട ഇത് ഇവിടെ നോക്ക്, ഞാൻ എന്താ ഇവിടെ നിൽക്കുക. പാറു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആരെങ്കിലും നിന്നെ ഫോളോ ചെയ്തോ? ഒരു നിമിഷം ഞാനങ്ങ് എൻ്റെ ശ്വാസം മുട്ടിപ്പോയി. എന്താ? എൻ്റെ ദേവേട്ട ഇത് കുറച്ച് ഓവറല്ലേ? ഒരു സെക്കൻഡിലേക്ക് ഞാൻ മാറി നിന്നോളൂ, അപ്പോഴേക്കും ശ്വാസം മുട്ടിപ്പോയോ? കൊള്ളാലോ. എങ്ങനെയാ ശ്വാസം മുട്ടിയ? എനിക്കൂടെ കാണിച്ചു തരുമോ? എന്താ പറയാ ഇപ്പോൾ ഞാൻ? അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. വിട്, എന്താ കാണിക്കുന്ന? ദേവേട്ട താഴെ വിട്. എന്താ ഇത്? ഇതെന്ത് ചെയ്യാൻ പോവാ വെള്ളത്തിൽ? നിനക്ക് ഞാൻ എങ്ങനെയാണ് ഫീൽ ചെയ്തെന്ന് അറിയണ്ടേ? ഞാൻ കാണിച്ചു തരാം. അടങ്ങി നിൽക്കടി. മാറി നിൽക്കങ്ങോട്ട്. എൻ്റെ അമ്മേൻ്റെ ശ്വാസം. ശ്രീ, എങ്ങനെയാണ് നീ ഫീൽ ചെയ്തത്? ഒരൊറ്റ സെക്കൻഡ് ഞാൻ അനുഭവിച്ചത് ഇങ്ങനെയാ. ഇപ്പം നിനക്ക് മനസ്സിലായോ ഞാൻ എങ്ങനെയാ? എൻ്റെ മഹാദേവ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എന്താ ഇത്? ഇയാളാ ഞാനെന്ന് നിങ്ങൾക്ക്? ഇങ്ങോട്ട് വാടി, അടങ്ങിയിരിക്കടി ഇവിടെ. ഭ്രാന്താണോ നിങ്ങൾക്ക്? നീ എൻ്റെ ചുറ്റിലില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത. ശ്രീ, ഒരു കാരണവച്ചാലും എൻ്റെ കണ്ണിൽ നിന്നും മാറരുത്. ദേവേട്ട എന്താ ഇത്? എന്തൊക്കെയായി പറയുന്ന? എന്നെ തൊടണ്ട, മാറി നിൽക്ക്. വേദനിപ്പിച്ചിട്ട് ഞാൻ ആകെ നനഞ്ഞു. ഇനി ഈ കോളത്തിൽ എങ്ങനെ ക്ലാസ്സിൽ പോവുക? പിള്ളേർ കളിയാക്കും. സ്റ്റാഫ് റൂമിൽ ഡ്രയർ ഉണ്ട്, ഉണക്കിയിട്ട് പൊക്കോ. പിന്നെ എവിടെ പോണെങ്കിലും എൻ്റെ അടുത്ത് പറയണം. മനസ്സിലായോ നിനക്ക് ഞാൻ പറയുന്നത്? ആ, എനിക്ക് മനസ്സിലായി. ഞാൻ എവിടെ പോയാലും ദേവേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ പോവുള്ളൂ, പോരെ? മുത്തുമണികളെ, ഹായ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും ഒരുപാട് പേര്. സോറി കേട്ടോ. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയാം. ഈ വീഡിയോയിൽ എനിക്കെന്തോ ഞാൻ ആരെ പേരും എഴുതിയെടുത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് പ്രതീക്ഷിക്കുന്ന വീഡിയോ ലേറ്റ് ആവും. ബൈ, ടാറ്റാ.